രാത്രി 6 മണിക്ക് തുടങ്ങുമ്പോൾ ഒരു 300-400 ആൾക്കാർ പേപ്പർ 1 കാണും. പിന്നെ പയ്യെ പയ്യെ കുറഞ്ഞ് അവസാനം എന്തൊക്കെയാണെങ്കിലും 100 പേര് ആൾക്കാരെങ്കിലും രാവിലെ 6 മണി വരെ കാണും. ഹായ്, ഞാൻ RK ഭരത്. എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. ഞാൻ ഇപ്രാവശ്യത്തെ UGC നെറ്റ് ഗേറ്റ് സോഷ്യോളജി ക്വാളിഫൈഡ് ഉണ്ട്. ഞാൻ PG പഠിച്ചത് NIT റൗർക്കലയിൽ നിന്നാണ്. ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു. നമ്മൾ ആരെയും ഫേസ് ടു ഫേസ് കാണില്ലല്ലോ സർ. അപ്പോൾ മെൻറ്ററിനെ മാത്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരുവിധം എനിക്ക് ക്ലാസ്സിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:45 എണീക്കുക, ലിങ്ക് വരിക, കയറുക, 5 മണിയാകുമ്പം ക്ലാസ് ആക്റ്റീവ് ആവും. പിന്നെ പേപ്പർ 1 എനിക്ക് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത് സാറിൻ്റെ JRFism ക്ലബ്ബ്. അതൊരിക്കലും ഞാൻ മിസ് ചെയ്യില്ല. ക്ലാസ് മാത്രമല്ല, സാറിടയ്ക്ക് നമ്മൾ പാട്ട് പാടിപ്പിക്കും, വേറെ എന്തെങ്കിലും കഥ പറയും. അപ്പോൾ അതല്ലേ നമ്മളിങ്ങനെ ഒരു ചലഞ്ച് ആയിരുന്നു. ബിഗിനറായിട്ട് ക്ലാസ് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഡെയിലി എക്സാം, പിന്നെ PYQs. രണ്ടാമത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സാറിൻ്റെ പണ്ടത്തെ മാരത്തോൺ സെക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ 6 മണി വരെ ഓരോ മന്ത്ലി എക്സാം അല്ലെങ്കിൽ ഡെയിലി എക്സാം ഒരു കട്ട് ഓഫ് ഞാൻ മനസ്സിൽ വയ്ക്കുമായിരുന്നു, ഇതിൻ്റെ മുകളിൽ വരണം. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നമുക്കൊരു അഡിക്ഷൻ വരും നമുക്കൊരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എന്നെ കൺസിസ്റ്റന്റ് ആയിട്ട്. വിജയികളുടെ കഥകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇനി വിജയിക്കാൻ പോകുന്നവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുള്ളതാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അങ്ങനെ വിജയിച്ചിട്ടുള്ള മറ്റൊരു എയ്ഫ്രേജ് ആണ് RK ഭരത്. സോഷ്യോളജിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ് ഭരത് എന്നുള്ളത്. ഭരത്, once again congratulations. Okay. Thank you. അപ്പോൾ ഭരതിന്റെ പ്രിപ്പറേഷനിൽ ഓരോരുത്തരും ഓരോ സെറ്റ് ഓഫ് ചലഞ്ചുകളാണ് നേരിടുക. അതെ. ഭരത് നേരിട്ട ചലഞ്ചുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഭരത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? സർ, സ്റ്റാർട്ടിങ് തൊട്ടാണെങ്കിൽ എനിക്ക് ഫുള്ളി ചലഞ്ചസ് ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷൻ അഗ്രികൾച്ചർ ആയിരുന്നു കഴിഞ്ഞത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ സ്കൂൾ തൊട്ടേ സോഷ്യൽ സയൻസ് ആയിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് പ്യുവർ സോഷ്യൽ സയൻസിലേക്ക് സോഷ്യോളജിയോ ഇംഗ്ലീഷിലോ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് താഴോട്ട് വരുന്ന വിചാരിച്ചിട്ട് ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെയും ഇതിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് ഒരു സ്വന്തമായിട്ടൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആയപ്പോൾ 2 ഓപ്ഷൻസേ ഉള്ളൂ, ഐദർ എക്കണോമിക്സ് അല്ലെങ്കിൽ സോഷ്യോളജി. കൂടുതൽ സോഷ്യോളജിയാണ് താല്പര്യം. അങ്ങനെ നമുക്കൊരു ടാഗ് ലൈൻ ഉണ്ട്, നമ്മൾ 90s കിഡ്സ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് കൺസേൺ ഒന്നാമത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കുറച്ച് സോഷ്യൽ സയൻസ് സോഷ്യോളജി പഠിച്ചിട്ടുള്ളൂ. ഓഫ്ലൈൻ ക്ലാസ് പോകണോ ഓൺലൈൻ ക്ലാസ് പോകണോ? അപ്പോൾ എന്തായാലും വിചാരിച്ചു എന്തായാലും ഓൺലൈൻ ക്ലാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത്രയും നമ്മൾ ആ ഒരു ചീത്തപ്പേര് മാറ്റുള്ളൂ, 90s കിഡ്സ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ പോയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ നെറ്റ് നോക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് വന്നത് വിത്ത് റിവ്യൂസ് വന്നത് എയ്ഫറാണ്. ഓക്കെ, ഞാൻ എയ്ഫറിന്റെ ക്ലാസ്സിൽ വിളിച്ചു. അന്ന് ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാനൊരു 2nd മന്തിലാണ് ചേരുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം BA സോഷ്യോളജി MA സോഷ്യോളജി കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പിന്നോട്ട് പോകുമെന്ന്. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു. നമ്മൾ ആരെയും ഫേസ് ടു ഫേസ് കാണില്ലല്ലോ സർ. അപ്പോൾ മെൻറ്ററിനെ മാത്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരുവിധം എനിക്ക് ക്ലാസ്സിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പേപ്പർ 1 വന്നപ്പോഴത്തേക്കും പല ആൾക്കാർ പറയുന്നതിൽ മാത്സിനോട് എനിക്കൊരു ഫിയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഓരോ ലൈവ് ക്ലാസ്സസിലും ലൈവ് ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല സർ. ലൈവ് എല്ലാം കേൾക്കും, അപ്പോൾ തന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എഴുതി വയ്ക്കും. അങ്ങനെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത് കഴിഞ്ഞാൽ എയ്ഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്നെ കൺസിസ്റ്റൻ്റ് ആക്കി കൊണ്ടുപോകാൻ സഹായിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് ഡെയിലി എക്സാം, പിന്നെ വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം. ഇത് ഉറപ്പായിട്ട് ഞാനൊരു ത്രെഷോൾഡ് വെച്ച് ഇത്ര മാർക്കിൻ്റെ മുകളിൽ വാങ്ങണം എന്ന് അങ്ങനെ വിചാരിച്ച ഒരു ക്ലാസ് തുടങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം സോഷ്യോളജി ഞാൻ നല്ലോണം കവർ ചെയ്തു. പക്ഷേ പേപ്പർ 1 എനിക്ക് നല്ല ബാക്കിലായിരുന്നു. കാരണം സോഷ്യോളജി ആസ് എ ന്യൂ ബിഗിനർ തിയറീസും തിങ്കേഴ്സും ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് പഠിച്ച് കുറേ സമയം പേപ്പർ 2 പോയി. എന്നിട്ടാണ് ഞാൻ പേപ്പർ 1 തുടങ്ങുന്നത്. പേപ്പർ 1 തുടങ്ങിയപ്പോഴത്തേക്കും മാത്സ് ആദ്യം ഭയമുണ്ട്, നമ്മളെ ഫാലസീസും ലോജിക്കൽ റീസണിങ്ങാണ് തുടങ്ങിയത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സാറിൻ്റെ ഒരു ട്രിക്കൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ അത് സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ തന്നെ നോട്ട്സൊക്കെ ആയിട്ട് എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം പേപ്പർ 1 ഒരുവിധം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു. പിന്നെ പേപ്പർ 1 എനിക്ക് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത് സാറിൻ്റെ JRFism ക്ലബ്ബ്. അതൊരിക്കലും ഞാൻ മിസ് ചെയ്യില്ല. മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:45 എണീക്കുക, ലിങ്ക് വരിക, കയറുക, 5 മണിയാകുമ്പം ക്ലാസ് ആക്റ്റീവ് ആവും. രണ്ടാമത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സാറിൻ്റെ പണ്ടത്തെ മാരത്തോൺ സെക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ 6 മണി വരെ. അതും വളരെ ഹാപ്പിനെസ് തന്നൊരു സംഭവം എന്ന് വെച്ചാൽ ക്ലാസ് മാത്രമല്ല, സാറിടയ്ക്ക് നമ്മൾ പാട്ട് പാടിപ്പിക്കും,
വേറെ എന്തെങ്കിലും കഥ പറയും. അപ്പോൾ അതല്ലേ നമ്മളിങ്ങനെ ഒരു ചലഞ്ച് ആയിരുന്നു. രാത്രി 6 മണിക്ക് തുടങ്ങുമ്പം ഒരു 300-400 ആൾക്കാർ പേപ്പർ 1 കാണും. പിന്നെ പയ്യെ കുറഞ്ഞ് അവസാനം എന്തൊക്കെയാണെങ്കിലും 100 പേര് ആൾക്കാരെങ്കിലും രാവിലെ 6 മണി വരെ കാണും. അപ്പം അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു സാർ. പിന്നെ ബുക്സ് റെഫറൻസ് അങ്ങനെ ഞാൻ ഒന്നും നോക്കില്ല. ടു ബി വെരി ഫ്രാങ്ക്, ലൈവ് ക്ലാസ്സസ് A4 തന്ന മോക്ക് സെക്ഷൻസ് മാത്രം. ഇതിലിപ്പോൾ ഭരത് പറഞ്ഞ പോലെ ഇപ്പം ഓരോരുത്തർക്ക് എക്സാമിന് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലർ PYQ ആയിരിക്കും, ചിലർ എക്സാംസ് ആയിരിക്കും, ചിലർ മെറ്റീരിയൽ ആയിരിക്കും, ചിലർ ക്ലാസ്സുകളായിരിക്കും. ഇതിൽ ഭരത് എവിടെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്? സർ, ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സസ് തന്നെയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം നമുക്കൊരു ബേസ് ഇല്ലാതെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഡിപ്രസ്ഡിലാവുള്ളൂ നമുക്ക്. കാരണം അയ്യോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ഈ ഡെയിലി എക്സാംസ് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം ക്ലാസ്സസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ PYQസിലോട്ട് പോയത്. PYQസിൽ പോകുമ്പോഴും A4 പറഞ്ഞൊരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രം കാണാതെ പാഠം പഠിക്കരുത്. ചിലപ്പം അതിൽ വരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പഠിക്കുമ്പോൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് പഠിച്ചു. ക്ലാസ്സുകൾക്ക് പ്രയോറിറ്റി കൊടുത്തു. അഫ്കോഴ്സ് ക്ലാസ്സുകൾക്ക് തന്നെയായിരുന്നു. കാരണം ഞാൻ ബിഗിനർ ആയതുകൊണ്ട് ക്ലാസ്സുകൾ തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഡെയിലി എക്സാം, പിന്നെ PYQs. ഭരതിൻ്റെ പ്രിപ്പറേഷനിൽ A4 എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു, എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? സർ, A4 ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ എക്സ്റ്റേണലായിട്ട് ഒരു സോഴ്സ് ഞാൻ നോക്കിയിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ പഠിച്ച് മടുക്കുമ്പോഴത്തേക്കും ChatGPT നല്ലോണം ഉപയോഗിക്കുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു തിങ്കറിൻ്റെ പേരെടുത്തിട്ട് ഒരു 5 MCQ ഉണ്ടാക്കിത്ത, അപ്പോൾ അത് സോൾവ് ചെയ്യും. അല്ലാതെ A4 ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് എടുത്താൽ ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ ലോങ് മോക്ക് ലെങ്ത് ചെയ്യാൻ ഒരു ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച് ചെറിയൊരു ഇതായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ അങ്ങനെ എക്സ്ട്രാ സോഴ്സ് ChatGPT എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു മാത്രമേ ഉള്ളൂ. ബാക്കിയല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതായാലും ശരി, അല്ലാതെ എക്സ്ട്രാ തിങ്കേഴ്സ് നോക്കിയിട്ടുള്ളതായാലും A4 വഴി മാത്രം. അല്ലാതെ ഒരു എക്സ്ട്രാ സോഴ്സ് ഞാൻ നോക്കിയിട്ടില്ല സർ ഇതുവരെയായിട്ട്. ടു ബി വെരി ഫ്രാങ്ക്, പ്രിന്റഡ് നോട്ട്സ് പോലും ഞാൻ എടുത്തിട്ടില്ല A4. അതിപ്പോൾ തുറന്ന് പറയുന്നു. പക്ഷേ ക്ലാസ്സസ് മാത്രം തന്നെയായിരുന്നു എൻ്റെ പ്രൈമറി സോഴ്സ്. ആൻഡ് ഫൈനൽ വൺ, ഈ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് ആണല്ലോ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതെ സാർ. ഭരതിന് എങ്ങനെയാണ് കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുന്നത്? സർ, അച്ഛനും അമ്മയും വർക്കിംഗ് ആയതുകൊണ്ട് വീട്ടിൽ നിന്നാൽ ഞാൻ പഠിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഇവിടെ ട്രിവാൻഡ്രത്ത് കുറച്ച് റീഡിംഗ് റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്യൂബിക്കിൾ ഉണ്ട്. അപ്പോൾ ഡെയിലി അവിടെ പോയിരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സാർ, ഓരോ മന്ത്ലി എക്സാം അല്ലെങ്കിൽ ഡെയിലി എക്സാം ഒരു കട്ട് ഓഫ് ഞാൻ മനസ്സിൽ വയ്ക്കുമായിരുന്നു, ഇതിൻ്റെ മുകളിൽ വരണം. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നമുക്കൊരു അഡിക്ഷൻ വരുമല്ലോ സാർ, നമുക്കൊരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സഹായിക്കാൻ വേണ്ടി സഹായിച്ചത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഭരത്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. താങ്ക് യു.